മനോരമയുടെ ഒരു ഡിജിറ്റൽ സ്പേസിലുള്ള ഇന്നവേറ്റീവായിട്ടുള്ള ആശയങ്ങളാണ്. എനിക്ക് തോന്നുന്നു മറ്റേത് മാധ്യമ സ്ഥാപനത്തെക്കാൾ മുമ്പിൽ മനോരമ അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ അത്രമാത്രം ഇപ്പോൾ ഓവർ ക്രൗഡഡ് ആണല്ലോ. പിന്നെ എന്തുകൊണ്ടൊരു സബ്സ്ക്രിപ്ഷൻ മോഡൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിലേക്കുള്ള ഇനി അടുത്തൊരു റൺ എന്താണ് കാണുന്നത്? ഒന്ന്, നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ട് നമ്മുടെ ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാലും നമുക്ക് കൺസ്യൂം ചെയ്യണം. അപ്പം നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് ദർ ഈസ് നോ ഫ്രീ ലഞ്ച് സെർവ്ഡ്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഓഫർ കാണുമ്പോൾ ചാടിപ്പോയി വീഴുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ബേസിക് സ്വഭാവമാണ്. പക്ഷേ അത് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇത് ഓരോ ന്യൂസിൻ്റെയും പുറകിൽ ഒരു അധ്വാനമുണ്ട്. അപ്പം നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു ന്യൂസ് ഓതൻറ്റിക്കായിട്ട് വൃത്തിയായിട്ട് സത്യസന്ധമായിട്ട് ഒരാൾ തരണമെങ്കിൽ അധ്വാനമില്ലാതെ തരികയാണെങ്കിൽ അത് എവിടുന്നെങ്കിലും കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്ത് തരുന്നതാവാം, അല്ലെങ്കിൽ അവരുണ്ടാക്കി തരുന്നതാവാം. ഇതൊക്കെയാണ്. ഇപ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്ക് ഫേക്ക് ന്യൂസിൻ്റെ ഒരു കാലഘട്ടം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, ഈ നമ്മൾ എയും കൂടെ വെച്ച് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന കാലത്ത് നമുക്ക് ഏതൊരു കാര്യത്തെപ്പറ്റിയും നമുക്കൊരു ന്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് പോകാതെ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരാളെ കാണാതെ ഒരാളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇൻക്ലൂഡിങ് വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ആൾ ആൻസറബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ വരുന്ന ഈ ഒരു കാര്യത്തിനും നമുക്കൊരു ഓതൻറ്റിസിറ്റി ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് ഒരു വസ്തുത ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കൊരു പെയ്ഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു വി പേ ഫോർ എ ന്യൂസ്, പെയ്ഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് പോകും. വി പേ ഫോർ എ ന്യൂസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പം അത് മനോരമയ്ക്കും ആദ്യമേ നമ്മൾ പലപ്പോഴും ചിന്തിച്ചപ്പോൾ ആൾക്കാർക്ക് അതിനോട് താല്പര്യമില്ല. പിന്നീട് നമ്മൾ എക്സ്ക്ലൂസീവായിട്ടുള്ള ആർട്ടിക്കിൾ കൊടുക്കാൻ തുടങ്ങിയപ്പം ആൾക്കാർ അതിനെ സ്വീകരിച്ചു തുടങ്ങി. എന്നാലും ഇപ്പം നമ്മൾ വളരെ ഒരു നോമിനൽ ഫീ വെച്ചിട്ടാണത് ചെയ്യുന്നത്. ആൾക്കാർക്കൊന്ന് ലോഗിൻ ചെയ്യാൻ ഒരു ചെറിയൊരു നോമിനൽ ഫീ പേ ചെയ്യാൻ ഒക്കെ ആദ്യമേ റെസിസ്റ്റൻസ് ആയിരുന്നു. അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇന്നല്ലേ നാളെ ഹാപ്പൻ ചെയ്യും. അല്ലാതെ യു വോണ്ട് ഗെറ്റ് എനി ഫ്രീ ലഞ്ച്.